മാക്കിന്റെ നമ്പർ ഉണ്ടോ നോക്കട്ടെ. നിങ്ങള് വേറെ തൽക്കാലം വേറെ കൊണക്കാൻ ഇങ്ങോട്ട് കൊണക്കാണ്ട് അമ്മരെന്താ പറയാ താങ്ങിന അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ ആദ്യ സൈഡിൽ നിന്ന് വന്നേ. മറ്റേ പ്രണവിന്റെ സൈഡിൽ അവർ റേഡിയോ കണക്ട് ഞങ്ങള് കൂടുതൽ പൊട്ടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സിന് മറ്റേ സംസാരിക്കുമ്പോ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ അതാണ് ഞാൻ എല്ലാവരും ഞാൻ സംസാരിക്കാം. അവർ തണ്ട തുറ മാക്കേ ഈ അലക്സ് എന്ന് പറയുന്ന ആള് എന്തോ വിക്കിയപ്പോഴത്തേക്ക് പ്രണവന്തരൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അല്ല ഈ നമ്മുടെ അലക്സ് എന്ന് പറഞ്ഞ പയ്യൻ അവൻ സംസാരിക്കുമ്പോഴത്തേക്കും കുറച്ച് വിക്കി എന്ന് പറഞ്ഞിട്ട് എന്തോ കളിയാക്കി എന്ന് പറഞ്ഞവൻ. അല്ല പ്രണവിന്റെ അടുത്ത് മറ്റേ സംസാരിച്ചപ്പോ കളിയാക്കിയായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോ ലൈക്ക് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ലൈക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. അല്ല അവൻ കളിയാക്കി. അതുപോലെ തന്നെ ഇങ്ങനെ പറയുമ്പോ ഒരു ഇതുണ്ടല്ലോ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ഇത് ഭയങ്കര ശോകമാണ്. അവിടെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നാക്കിന് ഞാൻ പിഴുതെടുത്തേനെ. അവളെ കാര്യം പറയല്ല, ഇതൊക്കെ പൊളിയുടെ കാര്യമാണ്. മനസ്സിലായ ചന്ദ്ര ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഒരു 30 നാക്ക് ഞാൻ പിഴുതെടുക്കുന്ന ടൈം കഴിഞ്ഞ് അങ്ങനെയാണ്. എടാ ഇങ്ങനെയൊക്കെ മേക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആർക്കാലും പൊളിയേ. മേക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാലും പൊളി. മനസ്സിലായ ഇത് അവനല്ല. ഈ കാര്യം കേട്ട് സപ്പോർട്ടിന്റെ കാര്യമല്ല പറയണേ. ഇങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് നമ്മുടെ സൈഡിൽ. ഈ താങ്കൾ എന്നൊക്കെ പറഞ്ഞ എന്തിന്റെ കാര്യമാണ്? ഞാൻ പറഞ്ഞല്ല അലക്സിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് അങ്ങനെ തന്നെ പറയും. അതാണ് ഞാൻ അലക്സിന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ കേട്ടില്ലത്. പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറഞ്ഞില്ലല്ലോ. അലക്സിന്റെ അടുത്ത് അലക്സ് അല്ല ഞാൻ പറഞ്ഞതല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ കൊണയാകുമ്പോ താങ്കള് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ സംസാരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് ആദ്യം വന്നത്. എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത്? അതെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നത്. അലക്സേ അതിന് ശേഷമാണ് അവിടെ വന്നത്. അതല്ല അതെ അതിനുശേഷം മറ്റേ നമ്മൾ പിടിയിൽ ഇറങ്ങിയ ശേഷം ബാക്കി ഞാനത് കേട്ടിട്ടില്ല. സത്യമായിട്ടും കേട്ടിട്ടില്ല. ഇല്ല പ്രണവ് വരുമ്പോ ഞാൻ സംസാരിക്കാം അവന്റെ അടുത്ത് ഇതിനെപ്പറ്റി. ഞാൻ ചോദിച്ചോളാം പ്രണവ് അടുത്ത്. ഇതെനിക്കറിയാം. അത് ഞാൻ കേട്ടിട്ടില്ല ചന്ദ്ര. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം ഒരിക്കലും ഞാൻ അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരാളല്ല. മനസ്സിലായി. ഒരാളെ കളിയാക്കിയെന്നും പറഞ്ഞോണ്ട് അല്ല ഇത് ഞാൻ തിരിച്ചു പറഞ്ഞത് ഗുണച്ചവരടുത്ത് മാത്രമേ ഞാൻ തിരിച്ചെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അല്ല വേറൊന്നും ഞാൻ ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവന്മാർ തുടങ്ങുന്നത് തന്നെ ആവശ്യമില്ലാത്ത കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയെന്ന് ഓർത്തൊക്കെ എനിക്കിപ്പോ നേരമില്ല ചന്ദ്ര. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് അവന്മാർ ഇങ്ങോട്ട് പറഞ്ഞതിനുള്ള മറുപടി മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങോട്ട് ചോദിച്ചു മേടിച്ചതല്ല. അല്ല അവന്മാര് അല്ല ഞാനൊരു കാര്യം പറയട്ടെ മേക്കെ ഞാനൊരു കാര്യം പറയട്ടെ. അവന്മാർക്ക് നാക്കാവുള്ളത്. അവന്മാര് നീ പറയുമ്പോ തിരിച്ച് സംസാരിക്കും. മനസ്സിലായില്ല? അത് നീ കേക്കണം. അത്രേ ഉള്ളൂ. അതുകൂടി നീ കേക്കണം. അതുകൂടി കേൾക്കാൻ നീ ബാധ്യസ്ഥ. വേറെ ഒരു കുഴപ്പമില്ല. നീ അത്രേ ഉള്ളൂ. അല്ല നിങ്ങളുടെ സൈഡിൽ നിന്നാണ് വന്നത്. ഇത് എന്തായാലും മാക്ക് ചെയ്ത് എവന്മാരുടെ സൈഡിൽ നിന്ന് വരില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സൈഡിൽ നിന്നായി തുടങ്ങിയത്.
സംസാരം നിങ്ങളുടെ സൈഡിൽ നിന്ന് തുടങ്ങിയത്. ഞാൻ ഇവന്മാരോട് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. മാക്കെ നിന്റെ കാര്യമില്ല പറയാം, നിന്റെ കൂടെ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ സൈഡിൽ നിന്ന് തുടങ്ങിയത്. ഞാൻ ഒരു കാര്യം പറയുന്നത് പറ പറ. ഇങ്ങോട്ട് വന്നാണ് നമ്മൾ ആരോഗ്യം താങ്ങുന്നെന്നും പറഞ്ഞോണ്ട് തുടങ്ങി വരാ. ഞാൻ എന്ത് മോനെ കേട്ടില്ല. മാക്കെ നമ്മള് പറഞ്ഞത് റേഡിയോ ഒന്ന് കണക്ട് ചെയ്യാനേ പറഞ്ഞോളൂ. പ്രണവ് പറഞ്ഞ കണക്ട് ചെയ്യാൻ സൗകര്യമില്ല, നീയൊക്കെ എന്ത് ചെയ്യുന്ന നമ്മളോട് വെച്ച്. പിന്നെ നമ്മളെന്തിനു പറയണം? അതിന് തിരിച്ച് നമ്മള് കണക്ട് ചെയ്യാൻ എന്ത് പേടിയാണെന്ന് ചോദിച്ചു. എനിക്കത് ഓർമ്മയുണ്ട്. അവൻ കണക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ ആദ്യം എന്താ തിരിച്ചു പറഞ്ഞത്? എന്ത് പറഞ്ഞു? എന്ത് കണക്ട് ചെയ്ത് പ്രണവേ ഇല്ല, ഞാൻ പ്രണവേന്ന് മാക്കെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരത്തില്ലായിരുന്നോ? എന്താ ഇത്ര വലിയ പ്രശ്നം? അതെങ്കിൽ നീ അല്ലെങ്കിൽ ഇപ്പൊ മാക്കിന്റെ ഗ്യാങ് കേക്കാവോ പറയുന്നേ? മാക്കിന്റെ ഗ്യാങ്ങിലുള്ള ഒരാൾ ചെയ്തില്ലെന്ന് മാക്കിനകത്ത് ഉറപ്പുണ്ടെങ്കിൽ കണക്ട് ചെയ്യണമെന്ന് പറയണം. പ്രശ്നം തീർന്നില്ലേ? അതവിടെ തീരുമല്ലോ. മാക്ക് പോയാ ഒരു മിനിറ്റ് മേക്കെ അവൻ പീടി വന്നേക്ക് ഫസ്റ്റ് അവന്റെ കയ്യില് റേഡിയോ ഫസ്റ്റ് റേഡിയോ ഞാൻ കണ്ടേല്ലേ. കത്തി എന്റെ കത്തിയതോ കത്തിയോടാ എന്റെ കത്തിയോടാ ഒരു കത്തല ഭാഗ്യം. ഓ ദൈവമുണ്ട്. സൈക്കിൾ അഗർബത്തികൾ പിള്ളേരെന്ന് മറ്റേ ആരോ ഒരുത്തൻ പേര് മാറ്റി വന്നിട്ട് ഹീലിങ്സ് മേടിച്ചിട്ട് 50 കോടിയുടെ. അപ്പൊ ഇവന്മാർക്ക് പരിചയമുള്ള ഒരുത്തെന്ന് വിചാരിച്ചാണ് കൊടുത്തത്. പക്ഷെ വേറെ ഒരാളായിരുന്നു. അപ്പൊ അവന്മാരെ കാറ് നോട്ട് ചെയ്ത് വെച്ചിരുന്നു നമ്പർ. അപ്പൊ നമ്പരോട് സ്റ്റേഷനിൽ കൊടുത്തപ്പോഴത്തേക്ക് ഇമർസിൽ മറ്റേ പ്രണവ അങ്ങനെ ആരോത്തന. അപ്പൊ അവന്മാരുടെ ചോദിച്ചപ്പോ അവന്മാരല്ലെന്നാ പറയുന്നത്. അപ്പൊ അത് എന്താന്ന് സംസാരിക്കുന്നത്. അപ്പൊ പ്രണവ് എന്നുള്ള പയ്യെ കത്തിപ്പോ ഇല്ല സിറ്റിയിൽ. ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സംസാരിക്കും. എല്ലാരും ഇങ്ങനെ കത്തി പോവല്ലേ? ലിവി ഒന്ന് വന്നേടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രണവ് എന്ന് പറഞ്ഞ എന്താ എങ്ങനെ കളിയാക്കിയത്? അല്ല അത് വിട്. അവനെങ്ങനെ കളിയാക്കിയ? അല്ലെങ്കിൽ അവൻ എവിടെ നിന്നാ കളിയാക്കിയ? സിറ്റിക്കകത്തന്നെ അവനെന്തോ പറഞ്ഞ പറയത്തില്ല അങ്ങനെ അങ്ങനെ അത് കഴിയാണല്ലോ. ഇത് പോയതിന് വിഷമമുണ്ടാന്നൊക്കെ പറഞ്ഞായിരുന്നു. അവൻ വരട്ടെ. ബാക്കി ഞാൻ സംസാരിക്കാം. അവൻ വരട്ടെ, സിറ്റിക്കകത്ത് ഞാൻ സംസാരിക്കാം അവൻ്റെ അടുത്ത്. ഉണ്ടച്ചി മോനെ നീ പാ സിറ്റിക്കകത്ത് നിനക്കുള്ള ഞാൻ തരാം. സിറ്റി കേരളടാ ഇന്ന്. അവ ഇന്ന് കേരളത്തിലുള്ള സിറ്റിയില് ഇല്ല. അമ്മയുടെ സംസാരിക്കണ്ട, ഒരാവശ്യമില്ല, കാര്യമില്ല. സിറ്റി ദിവസം കണ്ണെടുത്ത് വെടിയൊക്കെയല്ലേ. കണ്ണെടുത്ത് ആത്തി അറിയാണ്ടല്ലോ വെടിയോട്ട് ഏവനും ചത്തു കഴിഞ്ഞാ നമുക്ക് നേരെ പോവാം ഒരുമിച്ച്. പക്ഷെ പിടിയിൽ ഇങ്ങനെ ഒരു എവിഡൻസ് കൊടുക്കാൻ നമുക്ക് അറിയത്തില്ലായിരുന്നു. അതാണ് പറ്റിപ്പോയത്. മനസ്സിലായി. ഇതെന്താ ഇത്ര കത്തല് സിറ്റിയില്? നിൽക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഉണ്ടായിരുന്നു. മാക്ക് വന്നോ? ഈ ടൈം സിറ്റിയില് കളിക്കുന്നുണ്ട്. എടാ ഒരു ടിക്കറ്റ് കഴിക്കണേ. അതൊന്ന് വലിച്ചു വെച്ചരാ കുറച്ച് ദിവസം. സിറ്റി
നൂറ് കോടി അങ്ങ് പറ്റിക്കണം. പിന്നെ അവനൊക്കെ കുരിച്ച് നിർത്തി. ഇത് അമ്പൻ മാർഷലാണോ? ഇപ്പൊ എവിടെ മാർഷൽ ആരെങ്കിലും ഉണ്ടോ? ഇറങ്ങിയ 7 ദിവസം പുറത്താണേ. അല്ലല്ല ഇപ്പൊ സിറ്റിസണാ. മാർഷലിന്റെ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരാ പേരെന്താ? പാപ്പനാണത്. പാപ്പ ഹലോ പാപ്പ എന്തി? പിള്ളേര് കഷ്ടപ്പെടുന്ന സാധനമാണ്. അതിന് പറ്റിച്ച് ഇങ്ങനെ മേടിച്ചോണ്ട് പോണത് വെറും ചെറ്റത്തനാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അത് ഞാൻ പിന്നെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളെന്ന് പറഞ്ഞ് വന്ന് സ്കാം കൊള്ളായിരുന്നു. പക്ഷെ അവന്റെ കാറിന് നമ്പർ കിട്ടി. അവൻ കാർ സേവ് ചെയ്യുന്ന കണ്ട് അത് MRC-യിലെ നമ്പർ കൊണ്ട് സ്റ്റേഷനിൽ കൊടുത്തപ്പോ MRC-യിലെ പ്രണവിന്റെ വണ്ടിയായിരുന്നത്. നമ്പര് അമ്മര് കണ്ടു. കേസ് കൊടുത്ത് നമ്പർ കൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരാള് ഈ വണ്ടി ഏതാന്നുള്ള രീതി ചോദിച്ചു. അമ്മ സാധനം ഇല്ലീഗൽ ആയതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഇത് ആരെന്നറിയാൻ വേണ്ടിട്ട് അമ്മരുമായിട്ട് ഇന്നതുപോലത്തെ വേറെ സാധനമാണ് ഇത് വണ്ടി ആരെന്ന് അറിയാന്ന് ചോദിച്ചാൽ അമ്മരറിഞ്ഞു ഇന്ന ആളാന്ന് മനസ്സിലായി. അല്ല വണ്ടി ഇപ്പം പ്രണവിന്റെ വണ്ടി അവന്റെ കയ്യില് സ്കാം ചെയ്യാൻ വരും. അതേ വണ്ടി വേറെ ആരുടെ കയ്യിലാണെങ്കിലോ അതെങ്ങനെ കറക്റ്റ് അവരെങ്ങനെ അങ്ങനെയാണെങ്കിൽ അവൻ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവന്റെ കാറില് അവനെ കൊണ്ട് സേവ് ചെയ്തു. നമ്മളെ നമ്പർ എടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, സാധനം കിട്ടി. അതിനകത്ത് ഒരു കൃത്യം വേണ്ട. ഇനി ബാക്കിയാണ് നമുക്ക് സംസാരിക്കുന്നത്. പ്രണവില്ല, പ്രണവ് പോയി. പ്രണവ് എന്നിട്ട് പ്രണവിന്റെ അടുത്ത് എമാരിത് ഡീൽ ചെയ്തത് റേഡിയോയിലാണ്. അപ്പൊ എമാര് പറഞ്ഞു റേഡിയോയിലൊന്ന് കണക്ട് ചെയ്യാമെന്ന്. അപ്പൊ അവന് റേഡിയോ കയറാൻ സൗകര്യം ഇല്ലാന്ന്. അതൊക്കെ എന്തൊരു വർത്തനം. അടുത്ത ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവനങ്ങ് നട്ടലോടങ്ങ് പറഞ്ഞാൽ പോലെ എനിക്ക് റേഡിയോ അത് ഞാനാ ചെയ്തത്, അതൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുള്ള രീതി പറഞ്ഞാൽ പോലെ. അതിന് വരാം റേഡിയോയിൽ കയറാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുമ്പോൾ കളിയാക്കി. അതൊക്കെ വളരെ മോശമല്ലേ. അത് സംസാരിക്കല്ല. ഇതാണ് ഇപ്പൊ ഉണ്ടായ കാര്യം. എത്രടാ? അല്ല പ്രണവ് ഒന്നും പറഞ്ഞില്ല. പ്രണവ് കത്തി പോയെന്നേ. പ്രണവ് വരുവോ പാപ്പോ? അല്ല അത് അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ എനിക്ക് പിന്നെ കള്ളൻ മച്ചു സമ്മതിക്കുന്നത് പ്രൂഫ് പോരെ? കള്ളന്റെ ഇത് കള്ളൻ സമ്മതിച്ചിട്ട് വേണം നമുക്ക് തെളിയിക്കാൻ. എല്ലാ കള്ളന്മാരും സമ്മതിച്ചിട്ടാണോ നമ്മള്? ഇതിപ്പം കട്ടവനേക്കാൾ വലിയ മണ്ടനാണല്ലോ സംസാരിക്കുന്നത്. നമ്മുടെ പേരാണ് ഇവിടുത്തെ പ്രശ്നം വെച്ചു. വണ്ടി നമ്പർ മാത്രം എടുക്കേണ്ടാണ്. ലീഗലിൽ പോകുന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടെ നമ്മൾ ഒപ്പിച്ച് 50 കോടി രൂപ കേസറായി. അവ എടുത്തെങ്കിൽ എടുത്തെന്ന് പറയാൻ പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാൻ പറ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മക്കാണ് പിന്നെ അവന്മാര് ഞാൻ ഇത്ര പറയുള്ളൂ. വേണ്ട മേക്കെ വിശ്വസിക്കണ്ട. ഇല്ല ജയിലിൽ തൊടാൻ പറ്റത്തില്ല. ഇല്ലീഗൽ സാധനമാണ് ജയിലിടാൻ. ഇല്ല മേക്കെ അതാ പറയണേ. ഇല്ലീഗൽ സാധനമായോണ്ട് അവൻ ജയിലിലൊന്നും പോകേണ്ടതില്ല. പിള്ളേർക്ക് അറിയാം അവനാണ് എടുത്തതെന്ന്. അവന്മാരൊരു 10-15 പേരുണ്ട്. ആരില്ലാത്ത സമയത്ത് പ്രണവനെ ഒന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല അവരാണെന്ന്. മനസ്സിലായില്ലേ? നാളെ പ്രണവിന്റെ ജഡം അവിടെ മുക്കിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ ബ്ലാക്ക് മാഫിയിലെ പിള്ളേരെന്ന്. അത്രേ ഉള്ളൂ. ഇവിടെ ആരും ഇമ്മോർട്ടൽസ് ഇല്ല. അതാണ് അത് മനസ്സിലായി നമുക്ക്. നമ്മള് പക്ഷെ നമ്മള് കുറച്ച് ഇമ്മോർട്ടൽ ബെറ്ററുള്ള ആൾക്കാരാണേ.
ഈ വരഞ്ഞിട്ട് പിള്ളേര് പക്ഷേ വരഞ്ഞ പക്ഷേ മേക്ക നമ്മുടെ രക്തത്തിൽ കുറച്ച് ഇമ്മോഡൽ ഉണ്ടെന്നാണ് എല്ലാരും പറയുന്നത്. പറയാൻ പറ്റത്തില്ല അങ്ങനെ വല്ലുന്നവരുണ്ടാവും. അല്ല 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 മേക്കെ ഇതിപ്പോ അല്ല മേക്കെ കഥ പറയാനാണോ? വിട് 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 ഗ്യാങ് ആകുമ്പോ ഇല്ല മേക്കെ നമുക്ക് ഗ്യാങ് ഒക്കെ ഉണ്ട് മേക്കെ. നമ്മൾ ഇതുപോലെ നമ്മുടെ ഗ്യാങ്ങില് ഇത് വരാ ഹീലിങ്സോ എന്തെങ്കിലും കുറവ് വരുമ്പോഴത്തേക്കും നമ്മൾ അന്തസ്സായിട്ട് ഒന്നല്ലെങ്കിൽ നമ്മള് മേടിക്കും കാശ് കൊടുത്ത്. ചത്തിപ്പോയി മായിരിക്കും. ഇത്ര മണി ഉണ്ടായാലും പിന്നെ എന്തിനാ ഇത്രയും പ്രശ്നം? തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഇവിടെ പൈസ എല്ലാ പ്രശ്നം. ചെറിയ പൈസ പൈസ അല്ലല്ലോ ഇവിടുത്തെ കാര്യം. പറഞ്ഞല്ലോ. അല്ല മേക്കെ പ്രണവ് സംസാരിക്കാം. മേക്കെ പ്രണവ് സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ മാക്ക് പറഞ്ഞല്ലോ 50 കോടി ഭയങ്കര ചെറുതാണെന്ന്. 50 കോടി പറഞ്ഞിട്ട് മാക്ക് പൊക്കോ. കാര്യം കഴിഞ്ഞില്ലേ? അത്ര ചെറിയ പൈസ അത്രയും ചെറിയ പൈസ എല്ലാരും ഒരു 10 കോടി വെച്ച് പറഞ്ഞു വിട്ടോ. ചെറിയ പൈസ അല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ സംസാരിക്കുന്നത് അടിയൊന്നുണ്ടാക്കല്ലേ? ഹലോ കേക്കാവോ? ആ പറഞ്ഞോ. അവിടെ സിറ്റിസൺ സിറ്റുവേഷൻസിന് ഗ്യാങ് ഇൻവോൾവ് ആവാൻ പാടില്ല. ഇല്ലല്ലേ റോള് ഒരു കേസ്. പിന്നെ നിങ്ങളുടെ ഗ്യാങ്ങിന്റെ അക്കൗണ്ട് കൂടുതലാണ്. വൺസ് എ ഗ്യാങ് ഓൾവേസ് എ ഗ്യാങ്. നമ്മള് സിറ്റിയിലൊരു ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഒരു സംസാരം. പക്ഷെ അങ്ങനെ ഇൻവോൾവ് ആവാൻ പാടില്ല ചന്ദ്ര. അങ്ങനെ അതാ പറഞ്ഞു. നിങ്ങളുടെ 4-5 പ്ലേയേഴ്സുകളുണ്ട്. വൺസ് എ ഗ്യാങ് ഓൾവേസ് ഗ്യാങ് ആണ്. സ്റ്റിൽ അവിടെ കൗണ്ടാണ്. ഓക്കെ അവിടെ നോക്കാൻ നിന്നവരൊന്ന് മാറണേടാ. ഞാൻ പറയാം പേര്. ഞാൻ ഇടപെട്ട പ്രശ്നമല്ലേ? നീ സിറ്റി ഞാൻ സിറ്റിസണല്ലേ? ഞാൻ പറഞ്ഞു ബാക്കി എല്ലാവരും അവിടെ നിർത്തണേ കേട്ടോ. ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ട് എടുക്കുള്ളൂ. പീഡിയുടെ ഫ്രണ്ട് അളിയ വലിയ വിഷയം. ഹലോ 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 ഹലോ. ആ ബ്രോ എവിടെ എത്തി? ആ അല്ല അതിന്റെ ഏറ്റവും അവസാനത്തെ ബിൽഡിങ്ങാ. അവിടെ നോക്കാൻ പറ്റിയ അവസാനത്തെ ബിൽഡിങ് ഒരു യെല്ലോയും വൈറ്റും. ഏറ്റവും അവസാനം ഇരിക്കുന്നത് ഫോറിന്റെ ഫ്രണ്ട് വെച്ചാൽ മതി. ഓക്കെ നിന്നോട് ഇവിടെ സംസാരിക്കുന്നില്ലല്ലോ. നീ ഞാൻ സംസാരിച്ചോളാം. മേക്കെ ഒന്നുമില്ല. പ്രണവ് വരാൻ സംസാരിക്കാം. നിങ്ങള് ലീവ് ചെയ്തോ. ഓക്കെ മാറിയടാ വന്നേടാ. വിടറ ഇത് അലമ്പോ സംസാരിച്ച. അത് മറ്റേ വന്നിട്ട് സംസാരിക്കാം. മറ്റേ വന്നിട്ട് സംസാരിക്കാം. പ്രണവ് വന്നിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മള് അമര് അഡ്മിൻ വന്നിട്ട് പറഞ്ഞാൽ നമ്മള് സിറ്റുവേഷനിൽ സംസാരിക്കണം എന്നാണ് പറയണത്. അപ്പൊ എന്താ പറയാ, അത് സംസാരിക്കണ്ട. ബാലൻ സംസാരിക്കാം. ബാല നീ സംസാരിക്കണേ. നിനക്ക് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. നീ സംസാരിച്ചോ. പിന്നെ ഇതിന്റെ പേരിൽ ബാക്കിയുള്ള നോക്കട്ടെ. എതിർക്കുന്ന നോക്കി നീ അങ്ങ് പാൻ വാങ്ങിച്ചു നോക്കണം. എന്റെയും കൂടെ പിന്നെ സേഫ് സോൺ കൂടിയാണ്. അതുകൊണ്ട് കൊണായി കഴിഞ്ഞ അവസാനം നമുക്ക് പൊളിയും കൈവെക്കും. അവസാനം വലിയ പ്രശ്നം വേണ്ട. അതിന്റെ ആവശ്യമില്ല. കൊണയൊക്കെ ആ താടി വെച്ചവന്റെ കോണത്തില് അല്ല നടക്കൂലല്ലോ. അവൻ ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ അവന്റെ ഞാൻ ഇച്ചിരി ഉള്ളിയപ്പിലായി പോയി. ഇച്ചിരി താമസിച്ചു പോയി. ഇച്ചിരി വൈകി പോയി ഞാൻ. നോക്കാം. എടാ ലെവിന്റെ ഇങ്ങൊന്ന് ലെവിങ്ങൊന്ന്. ഓ എനിക്ക് കത്തുണ്ടേ മയില്. എന്താ ഫുഡ് എനിക്ക് മാത്രം ഓർഡർ ചെയ്ത്? ഹലോ അതെ എവിടെ? ആ
പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരട്ടെ, പ്രണവ് വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ചായി നിനക്ക് നട്ടല്ല ഇവിടെ വാഴപ്പിണ്ടി വല്ലതും ആണോ, അല്ലെങ്കിൽ നട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്കുള്ള ഉള്ളത് പോലെ പറയുന്ന പറ. അവൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പിന്നെ നോക്കാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവൻ ഉള്ള കാര്യം പറയട്ട് അവൻ എടുത്തിട്ടുണ്ട്, ബാക്കി പിന്നെ അല്ലാണ്ട് നോക്കാം. ഇത് കേസായിട്ടൊന്നും പോകാം, ലീഗലായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഇത് കേട്ടാ. ബാക്കി നമുക്ക് എങ്ങനെയാണെന്നുള്ള നോക്കാം. നോക്കടാ ഇവിടെ ഉള്ളല്ലേ, അല്ലെങ്കിൽ കൊതുക് ആകെ ഇട്ടപ്പോഴത്തേക്ക് ഇട്ട് പുതുക്കണം, കൊണ്ടിട്ട് അവിടെ ഇട്ട്. അത്രേ ഉള്ളൂ അവന്മാര് ഇവിടെ ഉള്ള. നോക്കാം ആ അവന്മാര് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല.